എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് സുഖത്തോടും ക്ഷേമത്തോടും ആണെന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. വെള്ളം കൂടിയടാ. ഈ പ്രീസമ്മൻ്റെ സ്വഭാവം എന്താണോ, ഇവിടുന്ന് ബോട്ടിൽ വെള്ളം കൊണ്ടുപോകും, അതിൽ ഒരിച്ചിരി അങ്ങനെ കുടിച്ചിട്ട് ഇവൻ തിരിച്ചുകൊണ്ട് വരും. ഞാൻ പറഞ്ഞു കുടിക്കാൻ. എന്താ നീ വെള്ളം കുടിക്കാത്ത? വെള്ളം കുടിക്കാതിരുന്ന എന്നിട്ട് കൂട്ട പ്രോബ്ലം ഉണ്ടാവും. എനിക്ക് ഒരു കാര്യം പറഞ്ഞില്ലേ നീ? വന്നേ. ചുമയൊക്കെയാ കുഞ്ഞിന്. കാണാൻ പറ്റുന്നില്ലല്ലോ കുഞ്ഞിനെ. സ്കൂളിൽ എന്തുകൊണ്ട് വിശേഷം അല്ലെങ്കിലും അവന് സ്കൂള് തുറക്കുന്ന സമയത്ത് ഒരു ഇത്തിരിയുള്ള ഇച്ചിരി ചൂടും ഉണ്ടല്ലോ. പോയി പഠിച്ചു. പഠിക്കുമല്ലോ, ഒന്ന് റീഡ് ചെയ്യും. എന്തെന്ന് പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഉള്ളത്. ഒരു അമ്മയുടെ ഫോണായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ചോണ്ടേ അമ്മ എടുത്തില്ല. പിന്നെ അമ്മ വിളിച്ച് ഒരു 15 മിനിറ്റ് കൂടുതൽ സംസാരമായിരുന്നു. ഇവിടെ ഒരുത്താൻ എഴുതാനിരിക്കുമോ ഹോംവർക്ക്. അവൻ ഇങ്ങോട്ടതടാ, അവൻ്റെ തുത്തു കാണണം. അവൻ പെൻസിൽ ബോക്സ് കൊണ്ട് തുത്തു വെക്കുക. അത് തുള്ളൽ പിടിച്ച്. അപ്പോൾ പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി അർജൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ മീനച്ചാറ് 1-2 പേർക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ പഴയ റേറ്റിലല്ല, ഇപ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ, മീൻ എങ്ങും കിട്ടാനില്ലല്ലേ. അപ്പോൾ അതിൽ 4 പേർക്ക് കൊടുത്തു. ഇനി ഒരു 1/2 കിലോ ഇവിടെ കാണും. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. റേറ്റ് നേരത്തെ റേറ്റ് അല്ല, ഞാൻ റേറ്റ് ഇട്ട് തരാം. അതൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ ഞാനിട്ട 2 ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഈ തൈര് കൊണ്ട് ഉണ്ടാക്കിയിട്ടത് നല്ല ഇതാണ് കേട്ടോ. ഞാനും എപ്പോഴും ഒന്ന് ഞാൻ നിങ്ങളോട് പറയും ചെയ്യണമെന്ന് പറയും, പക്ഷേ നമുക്കൊന്നും സമയം കിട്ടത്തില്ലല്ലേ. അപ്പോൾ ഞാനും സ്പേസ് പറഞ്ഞു, ഞാനും അങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല. അപ്പോൾ എനിക്കൊരു കമൻ്റ് അന്ന് വന്ന്, വിജി ഞാനും ഐബ്രോ ത്രെഡിങ്ങിന് മാത്രമേ പോകത്തുള്ളൂ, അല്ലാതെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് അതുകൊണ്ട് ബ്യൂട്ടിയായിട്ട് ഇരുപുണ്ടെന്ന് ഒരു ഇത്. അങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾ ആ തൈരും കൊണ്ടുള്ള ഒന്ന് ചെയ്ത് നോക്കൂ. വ്യത്യാസം വരും, നല്ല വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്ടൊക്കെ പറയണമെന്ന് പറയും. പിന്നെ ആ ഫോൺ അമ്മയുടെ വന്നോണ്ടേ ഞാനങ്ങ് മറന്നുപോയല്ല. പിന്നെ ഈ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്. ഓക്കെ, നമ്മുടെ മിക്ക ആൾക്കാരും ജോലിയെ നാട്ടിൽ പോയേക്കുന്നു. അങ്ങനെ പലരും നാട്ടിലൊക്കെ പോയേക്കുക, ചിലർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഓരോരുത്തരൊക്കെ സമയമില്ലാത്ത സമയത്ത് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്. എനിക്ക് പക്ഷേ ജിൽസിന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നൊരു മോളുണ്ടായിരുന്നു. അവളിപ്പോൾ കാണുന്നേ ഇല്ല. അന്ന് പനിയാണെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും പറഞ്ഞൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു, വേറൊരു വീഡിയോയിൽ പോയി ഞാൻ കമൻറ്റ് നോക്കിയിട്ട് എങ്ങനെ മോളെ സുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് റിപ്ലൈ കണ്ടില്ല. ഞാൻ ചിലരുടെ അടുത്ത് റിപ്ലൈ അങ്ങോട്ട് ചോദിക്കും തരുന്ന ഇതിനെ, പക്ഷെ അവർ തിരിച്ചിനി അവർ കാണാത്തയാണോ എന്തോന്നോ തിരിച്ചിങ്ങോട്ട് പിന്നെ മറുപടി കാണത്തില്ല. കാണാത്ത ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർ കമൻറ്റ് ഇട്ടിട്ട് അവരുടെ കമൻറ്റ് ചിലപ്പോൾ കാണുന്നത്, അതെനിക്കും പറ്റാറുണ്ട്. മുമ്പേ അച്ഛനും കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിജയ് ഞാൻ ഇതിനൊരു കമൻറ്റ് ഇട്ടാൽ പക്ഷേ ഇപ്പോൾ കാണുന്നില്ലെന്ന്. ഞാനും ചിലരുടെ വീഡിയോയിൽ പോയി കമൻറ്റ് ഇടും, പക്ഷേ പിന്നെ പോയി നോക്കുമ്പം കാണത്തില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പാസ്തയാണ്. അപ്പോൾ അതിനായിട്ടൊരു സവാളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ചില സമയത്ത് വെജിറ്റബിൾസൊക്കെ ഇവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം കാണും. ഇന്നിപ്പം വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, സവാള മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ സവാളയൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. അല്ലാതെ അറിയാമല്ലോ, ഇപ്പം ഞാൻ കുക്കറിലെ നേരത്തെ ഞാൻ അല്ലാതെ ബോയിലാക്കിയിട്ടൊക്കെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അങ്ങ് ചെയ്താൽ മതി. വൈറ്റ് പാസ്ത ഉണ്ടാക്കാനായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പം നോക്കിയുണ്ടേ ബട്ടർ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ബട്ടറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്.
അപ്പം ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതാണ് ഇതിന് നല്ലത്. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരിച്ച് എല്ലാം ഇട്ട്, എന്നിട്ട് കഴുകി വാരിയെടുത്ത് പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൻ്റെ അളവിലാണ് അതെടുത്തത്. അപ്പോൾ എത്രയും പാസ്ത ഉണ്ടോ അത്രയും വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഇതൊന്ന് ഇളക്കി എന്നിട്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ കുക്കറിലാവുമ്പം നമ്മൾ ഇച്ചിരി വിസിൽ വന്നിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പ്രഷർ മൊത്തം അങ്ങ് തുറന്നു വിടും. പിന്നെ ആ ആവിയിലിരുന്നാൽ അത് വേവുന്നത്, അല്ലെങ്കിൽ മൊത്തം പ്രഷർ പോകാനായിട്ടിരുന്നാൽ അതങ്ങ് വെന്തങ്ങ് വല്ലാതാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഞാൻ അളന്ന് പാസ്ത എടുത്തത്. അപ്പോൾ 1 കപ്പ് വെള്ളം, ആ പാസ്തയുടെ മുകളിൽ ഇങ്ങനെ പരാപരം കിടക്കും വെള്ളം. അപ്പോൾ ഇനി ഒരു വിസിലടിച്ചെടുക്കട്ടെ. ഇതൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും, പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ചൂടോട് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടേ ഉണ്ടാക്കി ലാസ്റ്റിൽ ഇത്തിരി മയോണൈസും ടൊമാറ്റോ സോസൊക്കെ ചേർക്കുമ്പം അത് നല്ല ചീസ് ഇട്ടതുപോലെ ഇരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ബോൺവിറ്റ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവരുടെ ബോൺവിറ്റ ഞാൻ വെള്ളത്തിൽ വെച്ച് പെട്ടെന്ന് തണുപ്പിച്ചായിരുന്നു. അപ്പോൾ പോളിന് കൊടുത്ത് പ്രൈസ് എണീറ്റ് വന്നപ്പോഴത്തേനും അത് നന്നായി ഒത്തിരി തണുത്ത്. അപ്പോൾ അവന് ഇച്ചിരി ചൂടായിട്ട് വേണം. അപ്പോൾ ഞാൻ അത് വീണ്ടും ഞാൻ എന്തോന്ന് ഈ കുക്കറിൻ്റെ മുകളിലോട്ട് വെച്ച്, അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാവുമല്ലേ. അതിൻ്റെ പ്രഷറൊക്കെ ഞാൻ തുറന്ന് വിട്ട്, എന്നിട്ട് ഞാനിപ്പം ടൊമാറ്റോ സോസും മയോണൈസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി ചൂടോടെ അവർക്ക് കൊടുക്കാം. പോളിപ്പോൾ ചില ദിവസം രാവിലെ ഈ കോണുണ്ടല്ലോ നമ്മുടെ ചോളം, അതിൻ്റെ ഇത് കൊണ്ടുവരണം. എന്നിട്ട് അവൻ ബോയിലാക്കിയിട്ട് അവൻ്റെ രീതിയിൽ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയുണ്ടേ വൈകിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി കോണെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കൊണ്ടുവരും, 5-6 കൊണ്ടുവരും, എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കും. എന്നിട്ട് മമ്മി വെളിയിലെടുത്ത് വെച്ചാൽ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഇവൻ എന്തോ ചെയ്യുന്നു അതിനിങ്ങനെ കണ്ടിച്ചിട്ട് അത് പാനിൻ്റെ അകത്തിട്ട് ചൂടാക്കി മസാലയൊക്കെ ഇട്ട് നമ്മുടെ അങ്ങനെ തിന്നാതെ അത് ഹെൽത്തിന് നല്ല അല്ലടെ ചേർക്കാൻ നീ ഇങ്ങനെ ബോയിലാക്കി ഇച്ചിരി നമ്മുടെ ചാറ്റ് മസാലയും കൂടെ തൂത്ത് തിന്നാൻ പറഞ്ഞു. അവന് ചില സമയത്ത് അവൻ ഓരോന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കും. കഴിഞ്ഞ ദിവസം പോൾമോൻ്റെ കോളേജിൽ നിന്ന് പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ഇവരിടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചില ദിവസം പോകാതിരിക്കത്തില്ലേ. ഞാൻ പറഞ്ഞെടാ അങ്ങനെ പോകാതിരിക്കല്, എല്ലാ ദിവസവും പോകണം. ഇന്ന് താണ്ട പേരൻറ്റ്സ് മീറ്റിങ്ങിന് വിളിച്ചിട്ട് ടീച്ചർ പറഞ്ഞ് പിള്ളേർ ക്ലാസ് കട്ട് ചെയ്യണമെന്ന് പറയും. അന്നേരം ചുമ്മാതാ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ടീച്ചർ ഉള്ള പേരൻറ്റ്സ് മീറ്റിങ്ങിന് പേരൻസിനോടും പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, 50% അറ്റൻഡൻസ് വേണമെന്ന്. അത് പിള്ളേർക്കൊരാച്ചായ, ഈ ടീച്ചർമാർക്കൊക്കെ എന്തോ അതെനിക്കറിയത്തില്ല. ദിവസവും എന്താ കൂട്ടാനാണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞു മീൻകറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും, ദൈവമേ ഈ മീൻകറി ഈ കഴിക്കാത്ത വെജുകാരിയെ ദിവസം എന്തുവായി കൂട്ടാനുണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി പയറുണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ സവാളയും തേങ്ങയും എല്ലാം ഇട്ട് ഞെവിടി അടപ്പത്ത് പെട്ടെന്ന് വയ്ക്കുക എന്നുള്ള ഒരു തോരനാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്നതിന് നല്ല ടേസ്റ്റ്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ഇതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അപ്പം ഞാനിതൊന്ന് തോരൻ വയ്ക്കാനൊന്ന് തുടങ്ങട്ടെ. നാട്ടിൽ അമ്മ ഫോൺ ചെയ്തോണ്ട് ബ്രദറിൻ്റെ മക്കൾക്ക് പനിയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയുക, എൻ്റെ മക്കൾ വയ്യേലും ഇതുങ്ങളുടെ ഈ പിരി എന്തുവാന്ന് എനിക്കറിയത്തില്ല, ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ പിരി കൂടുമെന്ന്. ഞാൻ പറയാം അമ്മേ ഈ പ്രൈസനും ഇവിടെ ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞാൽ കാണുന്ന നമുക്കൊരിതുണ്ട്, എന്തോ ചാട്ടവും ബഹളവും കളിയും വന്നറിയാമോ, അവരുടെ അടങ്ങിയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞ കൊച്ചുങ്ങളുടെ കാര്യം അങ്ങനെ അമ്മ അതൊന്നും കൂടുതൽ ഇതൊന്നും എടുക്കണ്ട. അവന്മാരുടെ കാരണം ഒരുത്തനാണെങ്കിൽ പോട്ടെന്ന് പറയാം, 2 അവന്മാരൂടെ ആകുമ്പം രണ്ടുകൂടെ അങ്ങോട്ട് അവന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അടിയും ബഹളവും, ടോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും എല്ലാം. ഇവിടെ ഇവനാന്നേലും ഒരു സമയം ഇവനും അടങ്ങിയിരിക്കത്തില്ല. ഇല്ല കുണ്ടളപ്പുഴ കിടന്ന് ഞവിക്കുന്നത് പോലെ ഇവനും കിടന്ന് ഇങ്ങനെ പിരിവിരായിരിക്കും. അത് കാണും നമുക്ക്. അത് കഴിഞ്ഞ് രാത്രി കിടന്ന് പിന്നെ ചുമയും പറയും, എനിക്ക് ബ്രീത്ത് എടുക്കാൻ വയ്യ, എനിക്ക് അസ്വസ്ഥത വരുന്നു. രാത്രിയിൽ അവന് പിന്നെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ മുമ്പോട്ട് പറഞ്ഞു, മമ്മി എനിക്ക് രസം കുടിക്കണമെന്ന്, രസം. അപ്പം ഞാൻ എന്നാൽ ചിന്തിച്ചെന്നാൽ മറ്റവന് മോരും ഇവന് രസം ഇഷ്ടമാണ്. ഇവൻ്റെ രസം ഇനി എന്നാ മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവന് പലപ്പോഴും പല സ്വഭാവമാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ
പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അച്ചാറിടാൻ നേരം ഇച്ചിരി പേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അന്നേരം ചെറിയ ചെറിയ പീസാക്കി, അന്നേരം ഇഞ്ചി ഇച്ചിരി കൂടുതലായതുകൊണ്ട് അങ്ങനെ പീസാക്കിയത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു. അതാ ഞാനിപ്പോൾ രസത്തിനൊന്ന് ഇഞ്ചി ഒന്ന് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആ സത്തൊക്കെ അരിഞ്ഞിടുന്നതിനേക്കായി നല്ലത് ചതച്ചിടുമ്പോഴാണ്. കുരുമുളക് പൊടിയും പിന്നെ പുളിവെള്ളവും ഈ ഇഞ്ചിയും കൂടെ അങ്ങ് തിളപ്പിക്കാമെന്ന് വെച്ച് ഇഞ്ചി നന്നായി ഞാനൊന്ന് ചതച്ചിട്ടുണ്ട്. അരിഞ്ഞിടുമ്പോൾ അത്ര പിള്ളേരും കഴിക്കത്തില്ലല്ലേ, അതുകൊണ്ട് നന്നായി ചുമയ്ക്കും നല്ലതാണല്ലോ ഇത്. ഞാനാണെങ്കിൽ ചോറിലങ്ങനെ ഒഴിക്കാറില്ല. ചോറെടുത്തിട്ട് ഞാനിങ്ങനെ ഇച്ചിരി ചോറ് വായി വെച്ചിട്ട് ഇച്ചിരി രസം കുടിക്കും. ഇപ്പം ഇന്ന് ഞാൻ ഇച്ചിരി രസം വെച്ചിട്ട് ഇച്ചിരി പുളി മുന്നോട്ട് നിൽക്കത്തക്ക വിധത്തിലാണ് രസം വെച്ചത്. പോളിനും അതാ ഇഷ്ടം, പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. പുളിയും ഉപ്പും എല്ലാം കൂടെ. അവൻ ഭയങ്കര ടേസ്റ്റ്, അവന് രസത്തിനോട് അത്ര താല്പര്യമില്ല. ചിലർ രസത്തിൽ ലാസ്റ്റിൽ ഇച്ചിരി ശർക്കര ചേർക്കും. ഞാനതൊന്നും ചേർക്കാറില്ല. ഞാൻ കുരുമുളക് പൊടി പുളി പിഴിഞ്ഞ് വെക്കും. ഈ പുളിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇച്ചിരി പൊടി പോലെ തോന്നിയെന്ന്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് കുറേ അരിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് പുളി ഇതിൽ ചേർക്കാറില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കൊത്ത് കളയത്തേ ഉള്ളൂ. പക്ഷേ ഇതിൽ അന്ന് നോക്കിയാണെങ്കിൽ തരി പോലെ ഉണ്ടായിരുന്നു. അരിപ്പയ്ക്കകത്ത് ഇങ്ങനെ അരിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുന്നത്. ഉച്ചക്കത്തെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് എനിക്ക് അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് പെട്ടെന്ന് എനിക്കിനി ഞാൻ പറഞ്ഞില്ലേ മീനച്ചാറിടണമെന്ന്. ഒത്തിരി വാങ്ങിച്ചില്ല, നല്ല വിലയാണ് മീൻ. അതിൽ എങ്ങനെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. നാട്ടിൽ വാടിയിൽ ഇഷ്ടം പോലെ മീൻ, നല്ല ഫ്രഷ് മീൻ, മത്തി, കേര, ചെമ്പല്ലി, കൊഞ്ച്, ചെമ്മീനെ ഇതെല്ലാം. അപ്പോൾ അവരിങ്ങനെ ചെകിള എടുത്ത് കാണിക്കുന്നത് നല്ല ഫ്രഷ് മീൻ. ഇനി അത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ബെൻസിക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തു. കാരണം അവർക്കും അച്ചാറിടാൻ മീൻ കിട്ടുന്നില്ല എന്നല്ലേ പറയുന്നത്. നല്ല നെയ്മത്തി, വലിയ മത്തിയാണ് കാണിച്ചത്. അതിന് കിലോ 320, കേരച്ചൂര കിലോ 400 എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് അതിശയം തോന്നി. ഇനി ഇപ്പോഴത്തെ വീഡിയോ അവർ ഇന്നലെ ഒരു ദിവസത്തിന് മുമ്പിട്ടിട്ട വീഡിയോ കാണിക്കുന്നത്. എത്ര ആണെങ്കിലും ഒത്തിരി ലേറ്റൊന്നും ആയി കാണത്തില്ലായിരിക്കും. എന്നാലും അത് കണ്ടുകൊണ്ടേ കൊതി വന്നു. കാരണം എങ്ങും ഇപ്പം നാട്ടിൽ വിളിക്കുമ്പോഴും മീനില്ല. ഇന്ന് വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞു വട്ടമത്തി കൊണ്ടുവന്നത്, അതും ഒന്നുമില്ലെന്ന്. അപ്പോൾ അത് കണ്ടോണ്ടേ എനിക്കങ്ങ് ഒത്തിരി അതിശയമായിപ്പോയി. ഈ സമയത്ത് ഇങ്ങനെയുള്ള ഫ്രഷ് മീൻ ഈ വിലയ്ക്ക് 320. വാടി എന്ന് പറയുന്നത് കൊല്ലം ആ സൈഡിലാണ്. ഒത്തിരി അവിടെ അടുത്തെങ്ങാനുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പോയി നോക്കാം. ഈ ദൂരെ ഉള്ളവർക്കൊന്നും പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ രസത്തിന് ഇത്തിരി കടുകൂടെ വറക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇച്ചിരി കടുകും ജീരകപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊടി ചേർത്തേനും. ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് മുഴുവനേ ഉള്ള ജീരകവും ചേർത്ത്, ഉള്ളിയും ഇനിയും ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ആ വെള്ളത്തിൽ ചേർത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർക്കും. എന്നിട്ട് നന്നായി വഴറ്റി ഇതിൽ ചേർക്കും. അങ്ങനെ നമ്മുടെ രസമൊക്കെ റെഡിയായി. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് ഒരു ഗ്ലാസ് രസം എടുത്താൽ കുടിച്ച്. എനിക്കും ചുമയായിട്ടൊക്കെ ഇരിക്കുമല്ലായിരുന്നോ. അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പിന്നെ ഞാൻ മീനെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ മീൻ ഓരോ ട്രിപ്പായിട്ട് വറുത്തെടുക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ ഒത്തിരി ഇല്ലായിരുന്നു, ഒരു 4-5 കിലോയുടെ മീനുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറെല്ലാം റെഡിയായി. അച്ചാറിന് വേണ്ടി വിളിക്കാനുള്ള നമ്പർ ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.